ചായ മൻസയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടില്ലെങ്കിൽ കേൾക്കേണ്ടതും കഴിച്ചില്ലെങ്കിൽ കഴിക്കേണ്ടതുമായ ഒരു ചെടിയാണിത്. കാരണം ഒട്ടനവധി അസുഖങ്ങളെ കൺട്രോൾ ചെയ്യുവാനും ഒട്ടനവധി ഗുണങ്ങളുള്ള ഒരു ഔഷധ ചെടിയാണ് ഇത് എന്ന് പറയാം. അതിൽ ചിലതു മാത്രം എടുത്തു പറയാം. ഇതുകൊണ്ടുള്ള ഭക്ഷണം കഴിച്ചാൽ പ്രമേഹം കൺട്രോൾ ചെയ്യാം, വിളർച്ച തടയാം, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മാറ്റാം, തടി കുറയ്ക്കാം, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാം, കാഴ്ചശക്തി കൂട്ടാം തുടങ്ങി ഒട്ടേറെ ഗുണങ്ങൾ ഇതിനുണ്ട്. സാദാ ചീരയെപ്പോലെ വിത്തിൽ നിന്ന് അല്ല ചെടി മുളപ്പിച്ചെടുക്കുന്നത്. ഇതിൻ്റെ തണ്ട് പൊട്ടിച്ച് നട്ട് ഈസിയായി മുളപ്പിച്ചെടുക്കാൻ സാധിക്കും. ഈ ചായ മൻസ ചീര കൊണ്ട് എങ്ങനെയാണ് നല്ല അടിപൊളി തോരൻ വെക്കുന്നത് എന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഇലകൾ പറിച്ച് നന്നായി കഴുകിയെടുക്കുക എന്നതാണ്. നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഇതുപോലെ ചെറുതായി മുറിച്ചിടാം. മുഴുവൻ ഇലയും ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, ഒരു 1/4 ഭാഗം തേങ്ങ ചിരവിയത്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കടുക് എന്നിവയാണ്. ആദ്യം അരിഞ്ഞുവെച്ച ചായ മൻസയിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ഉള്ളി ചെറുതായി അരിഞ്ഞത്, 1/4 ഭാഗം തേങ്ങ ചിരവിയത് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തോരൻ വെക്കുവാൻ വേണ്ടി ഒരു പാത്രം വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച് ചീര ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കാം. ഒരു 3 മിനിറ്റ് വെന്തതിനു ശേഷം ഒന്ന് തുറന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിയിൽ പിടിച്ച് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കാം. ഒരു 3 മിനിറ്റും കൂടി കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഒന്നുകൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചീര നന്നായി വെന്ത് വന്നിട്ടുണ്ട്. 1 മിനിറ്റ് തുറന്നു വെച്ചുകൊണ്ടും വേവിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് മറ്റൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ഇത് നല്ല ഔഷധ ഗുണമുള്ള ചായ മൻസ തോരൻ റെഡി. നിങ്ങളും ഈ വിഭവം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ള ഈ സസ്യം കഴിക്കുന്നതിലൂടെ നമുക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീണ്ടും വരുന്ന വീഡിയോസ് കാണുവാനും മറക്കരുതേ.